ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്നിട്ടാൽ ഇന്ന് തന്നെ കഴിക്കാം. ചില അച്ചാറുകളൊക്കെ ഇന്നിട്ടാൽ കുറേ കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടാൽ ഇപ്പം തന്നെ കഴിക്കാം. അങ്ങനെ അധികം എരിവുമില്ല, പക്ഷെ നല്ല രുചിയുള്ളൊരു അച്ചാറാണ്. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പം അമ്മ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു 2 കിലോ അച്ചാറിൻ്റെ ഒരു കണക്കിലാട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഒരുപാട് നാൾ നിന്നോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനായ ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കടുക് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ചൂടാവണം. പിന്നെ അതിലേക്ക് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരി മുളകും പിന്നെ സാധാ നമ്മുടെ പച്ചമുളകും കൂടെ മിക്സ് ചെയ്താട്ടോ അമ്മ എടുത്തിരിക്കുന്നത്. ആ ഒന്ന് കുനുകുനാന്നരിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഈർപ്പം ഫുള്ള് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകുന്നതാണ് അമ്മ പറഞ്ഞത്. കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ചും അല്ലാണ്ട് വെച്ച് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഈർപ്പം പോകണം. മുളകൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം അരിഞ്ഞ് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂക്കണം. ആ മുളകിൻ്റെ ആ പച്ച ടേസ്റ്റും ആ പച്ച മണവും അതും എല്ലാം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂത്ത് ഇച്ചിരി ഈ ഒരു പ്രോസസ്സ് മാത്രം കുറച്ച് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അച്ചാറിനെ ആ ഒരു പെട്ടെന്ന് പൂത്ത് പോകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒട്ടും വെള്ളമയം ഇല്ലാണ്ട് അതൊന്ന് എടുക്കണം. പിന്നെ അതിന് ഇച്ചിരി കൂടെ ഒന്ന് കളർ കൂട്ടാൻ വേണ്ടി നമ്മുടെ ഉണക്കമുളകില്ലേ, അപ്പോൾ റെഡ് കളർ, അപ്പോൾ ഒരു ഇച്ചിരി കൂടെ ഒരു കളർഫുൾ ആയിട്ടിരിക്കും. അതിൻ്റെ അകത്ത് മാങ്ങയും ക്യാരറ്റും കൂടെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു റെഡ് കളറൂടെ ആകുമ്പോൾ അച്ചാർ നല്ല കളർഫുൾ ആയിട്ടിരിക്കും. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് ഒരു പച്ചമുളകും ചുമന്ന മുളകും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നുവെച്ചാൽ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റും കളറും ഒന്ന് മാറുന്ന വരെ ഇതൊരു 10-15 മിനിറ്റോളം നമ്മളിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ അത് ഫുള്ളായിട്ട് ഡ്രൈ ആവുള്ളൂ. ഇത് മാത്രമേ ഇച്ചിരി ടൈം വരുന്ന പ്രോസസ്സ്, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആകും. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ശരിക്കും ഒന്ന് ഇളക്കി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇച്ചിരി ചിക്കൻ ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ ഈ അച്ചാറും കൂടി ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് കേട്ടോ ഇത്. പിന്നെ ഇഞ്ചി ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോയ്ക്കാട്ടോ അളവ് പറയണേ. 1/4 കിലോ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കാരണം ഇഞ്ചി ഇടയ്ക്ക് കഴിക്കാനും കൂടെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് വെന്തങ്ങ് പൊക്കോളുവേ. അപ്പോൾ ഇഞ്ചിയും 1/4 കിലോ ഇഞ്ചിയുടെ കൂടെ തന്നെ 1/4 കിലോ വെളുത്തുള്ളി. അതൊന്ന് തൊലി പൊളിച്ചൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞാൽ മതി, കുരുകുരാന്ന് അരിയണം എന്നില്ല. പിന്നെ വെളുത്തുള്ളി അങ്ങനെ കടിക്കാൻ കിട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പേസ്റ്റ് ആക്കിയിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് ഇങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ, ഇങ്ങനെ നീളത്തിലരിഞ്ഞ്. അതും കൂടി ഒന്നിട്ട് നന്നായിട്ട് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതും കൂടെ ഇടാം. അപ്പോൾ ഇതും കൂടി ഒന്നിട്ട് മൂക്കുമ്പോൾ ശരിക്കും ഓക്കെ ആയിക്കോളും. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മൂടിയൊന്നും വെച്ച് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മളത് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റി നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഈ ഇളക്കം ഒരു ഇച്ചിരി പ്രോസസ്സാട്ടോ, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഈ വിനാഗിരി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ പാതിയും തീർന്നു. പിന്നെ ഒരു പിടി കറി ലീവ്സ്, അതും ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരു പിടി കറി ലീവ്സ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റ് സാധാരണ അച്ചാറുകളൊക്കെ നല്ല എരിവും നല്ല ഇതുമൊക്കെ ആയിരിക്കുമല്ലോ, മസാല പോലെ. ഇതങ്ങനെ അധികം മസാലയൊന്നുമില്ല, ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു പച്ച ഒരു കളറും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അതിനുശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞിട്ട് മാങ്ങയും ക്യാരറ്റും കൂടിയാണ് ഇട്ടേക്കുന്നത്. മാങ്ങയുടെ തൊലി കളഞ്ഞാട്ടോ, അതുകൊണ്ടാണ് വൈറ്റ് കളറിലിരിക്കുന്നത്. ആ മാങ്ങയും ക്യാരറ്റും കൂടി ഒന്ന് നീളത്തിലരിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഗ്രീഡിയൻസ് അതെല്ലാം വഴറ്റി വന്നപ്പോൾ തന്നെ ഒരു കളറ് നമുക്ക് കിട്ടി കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്കൊന്നും ഇട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരു യെല്ലോ കളറ് കിട്ടും. ഇനി ഇത്രയേ ഉള്ളൂ, ഇൻഗ്രീഡിയൻസ് എല്ലാം തീർന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി നമ്മുടെ മെയിൻ ഇളക്കുന്ന ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. മൂടി വെച്ച് വേവിക്കുകയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്ന് ഒത്തിരി ഉടഞ്ഞു പോകാണ്ട് ഇളക്കണം കേട്ടോ. ഒരുപാടിട്ട് നമ്മൾ ഇളക്കി
ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെന്തുടയാൻ പാടില്ല. ഒന്ന് ഈ ക്യാരറ്റിൻ്റെയും മാങ്ങയുടെയും ആ ഒരു പച്ച വാസന ഒന്ന് പോയാൽ മാത്രം മതി. അതുവരെ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ അച്ചാർ റെഡി. അത് കഴിഞ്ഞ് ശരിക്കും ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഈ രീതിയിലിരിക്കും കേട്ടോ. ഒന്ന് ഒരു ടിന്നിൻ്റെ അകത്തിട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി. ആവശ്യത്തിനുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതി. ഒത്തിരി നാളിരിക്കും. നല്ല ടേസ്റ്റാണ്.